ഓക്കെ, അപ്പോൾ നിയമമണ്ഡലമാണ് നമ്മൾ നോക്കുന്നത്. നിയമമണ്ഡലത്തിൽ ഒരേ ഒരു ലോക്കൽ ബോഡിയേ ഉള്ളൂ. തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ 22 വാർഡേ ഉള്ളൂ. നിയമമണ്ഡലത്തിൻ്റെ ഓരോ വാർഡിലും കിട്ടിയ ഡീറ്റെയിലിലോട്ട് പോകാം. ഇതിൽ നോക്കുകയാണെങ്കിൽ NDA വളരെയധികം മുന്നിലാണ്. 48,245 വോട്ട്, 42% വോട്ട് NDA നേടിയപ്പോൾ തൊട്ടുപുറയിലുള്ള LDFന് 39,615, 34.7% ഉള്ളൂ വോട്ട്. എന്നാലും അത് 1/3 വോട്ടുണ്ട് കേട്ടോ. UDFനാണ് ശരിക്കും കുറവുള്ളത്, 22,597. അതായത് 20% കഷ്ടി, 19.8% ഉള്ളൂ. 20% എന്ന് പറഞ്ഞാൽ 5-ൽ 1 വോട്ട് ചെയ്യുന്നുള്ളൂ. പിന്നെ മറ്റുള്ള പാർട്ടി, സ്വതന്ത്രരും മറ്റു പാർട്ടിക്കാരും ഒക്കെ ആയിട്ട് 3,800ഓളം വോട്ട് ബാലൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ഫസ്റ്റ് പൊസിഷൻ എത്ര വാർഡുകളുണ്ടോ നോക്കുകയാണ്. അത് നോക്കുമ്പോൾ NDA 17 വാർഡിൽ ഒന്നാമതാണ്, കൗൺസിലർമാരുണ്ട്. LDF 5 കൗൺസിലർമാരുണ്ട്. ആക്ച്വലി UDFന് ഒരു കൗൺസിലർ പോലും ഇല്ല നിയമമണ്ഡലം നോക്കുവാണെങ്കിൽ. അപ്പം ഇതൊറ്റ നോട്ടിൽ തന്നെ നമുക്ക് എനിക്ക് ക്ലിയർ ആയിട്ട് തോന്നുന്നത് NDA ഒരു ഈസി വിന്നാണ്. കാരണം ഒരു 10,000 വോട്ട്, 9,000 വോട്ടിന്റെ വ്യത്യാസം ഓൾറെഡി ഉണ്ട് ഇപ്പം. അപ്പം അത് കാര്യമായ കുറവ്. കാരണം ശ്രീ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം പാർലമെന്റ് ചെയ്യുന്നപ്പോഴും 20,000ഓളം വോട്ട് ഇവിടെ ഫ്രണ്ടിലായിരുന്നു. അപ്പം അതേ കാൻഡിഡേറ്റ് തന്നെ നിൽക്കുമ്പം നാച്ചുറലി, പിന്നെ അതുമല്ല കോർപ്പറേഷനിലെ ഭരണവും കിട്ടിയിട്ടുണ്ട്. കൂടുതൽ കൗൺസിലർമാർ ഈ മണ്ഡലത്തിൽ BJPക്കാണ്. അപ്പം അതുകൊണ്ട് എന്താ ഈ നിലനിർത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത്. BJP ഒരു കൺവിൻസിങ് വിൻ തന്നെ വിജയിക്കും. LDF 2ാം സ്ഥാനം, UDF 3ാം സ്ഥാനം തന്നെ നിലനിർത്തുമെന്നാണ് തോന്നുന്നത്. കാരണം ശബരിനാഥ് ഉള്ളത് കൊണ്ട് UDFന്റെ വോട്ട് കുറച്ച് വർദ്ധിക്കാനാണ് സാധ്യത. എന്തായാലും UDFന്റെ വോട്ട് LDFനോട്ട് മറിയില്ല ജയിക്കാൻ. കഴിഞ്ഞ ഇലക്ഷനിൽ അങ്ങനെ സംഭവിച്ചിരുന്നു. അങ്ങനെ നടക്കത്തില്ല. അതുകൊണ്ട് BJPയുടെ വോട്ടും LDFന്റെ വോട്ടും UDFന്റെ വോട്ട് ശക്തമായി പിടിക്കുമെന്നാണ്. അപ്പോൾ UDFന്റെ കുറച്ച് വോട്ട് വർദ്ധിച്ചാലും BJP 1ാമതും LDF 2ാമതും UDF 3ാമതും എന്നാണ്. അല്ലെങ്കിൽ പിന്നെ ശബരിനാഥ് അത്രയ്ക്കൊരു വോട്ട് പിടിച്ചെങ്കിൽ മാത്രം, അതും BJP സൈഡിൽ നിന്ന് എല്ലാം പിടിച്ചെങ്കിൽ മാത്രമേ ഒരു NDAക്ക് ക്ഷീണം സംഭവിക്കാനുള്ള സാധ്യതയുള്ളൂ. പക്ഷെ എന്നാലും കുറവാണ്. കാൻഡിഡേറ്റ് നല്ലതായതുകൊണ്ട് NDA തന്നെ വിജയിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ.